നമസ്കാരം. പിൻവാതിൽ നിയമനം ആര് നിയന്ത്രിക്കും? കേരളത്തിലെ PSCയെ കുറിച്ച് വളരെ മോശമായ പലതരം കഥകൾ പുറത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ആരും തന്നെ ഒന്നും തന്നെ ഇതിനെതിരെയായി ഒരു നടപടിയും എടുക്കുന്നില്ല എന്നു മാത്രമല്ല, ഇവിടുത്തെ സാംസ്കാരിക സിനിമ ആക്ടിവിസ്റ്റ് മേഖല, സാഹിത്യകാരന്മാരുടെ മേഖല ആരും തന്നെ ഒന്നും പറയുന്നില്ല. എല്ലാവരും നിശബ്ദരാണ്. ഡൽഹിയിൽ മാത്രമായിട്ടുണ്ടായതാണെങ്കിൽ സമ്മതിക്കാം. ഒരു നീറ്റ് പരീക്ഷയുടെ വിഷയത്തിൽ പ്രതികരിക്കാൻ പോയ സിനിമാക്കാരും ആക്ടിവിസ്റ്റുകളും ആങ്കർമാരെയും മറ്റ് നാടോടി പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടു. ആര് പറഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് ഇപ്പോഴും അതിനൊരു വ്യക്തത വന്നിട്ടില്ല. അവിടെ അത്തരത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ അതിനെക്കാട്ടിയും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരവസ്ഥയാണ് ഈ PSCയിലെ ഈ ഒത്തുകളി, ഈ പിൻവാതിൽ നിയമനം മറ്റും. ഈ PSCയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. അതായത് കേരള PSC മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 21 പേരാണ് ചെയർമാൻ. ഇവർക്ക് എല്ലാവർക്കും തന്നെ ആൾമോസ്റ്റ് 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമാണ് സർക്കാരിൽ നിന്ന്. ശമ്പളം, അലവൻസ്, കാറ്, ഡ്രൈവർ ഒക്കെ അവർക്കുണ്ട്. 21 മെമ്പേഴ്സ്. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? 3.5 കോടി, 3.5 കോടി. കേരള PSC ആണ് കേട്ടോ. PSC എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരളത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്ന എല്ലാതരം ഒഴിവുകളും നിയമനങ്ങളും നടത്താനുള്ള കുറ്റമറ്റ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത തരത്തിൽ ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് PSC. അതിൻ്റെ വർക്കിലേക്കാണ് അതിൻ്റെ തലപ്പത്ത് 21 മെമ്പേഴ്സായിട്ട് ഇരിക്കുന്നത്. 3.5 കോടി ജനങ്ങൾക്ക്. 28 കോടി ജനങ്ങളുള്ള UP, അവിടെ PSCയിൽ 6 മെമ്പേഴ്സേ ഉള്ളൂ. ഇത്ര സാലറി ഒന്നും അവർക്കില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ കേരളത്തിലെ PSC എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കേരളത്തിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫായി 2 കൊല്ലം സർവീസ് ചെയ്താൽ അവന് കാലാകാലം പിന്നെ പെൻഷനാണ്. വേറെ എവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പോട്ടെ. ഈ PSCയിൽ കൂടി ഇവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴാ നിയമസഭയുടെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സർക്കാർ LP സ്കൂൾ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു സമരം അവിടെ കാണാൻ സാധിക്കും. ഇത് കുറേ കാലം എന്ന് പറയാൻ കാരണം പിണറായി ഉള്ളപ്പോൾ സമരം തുടങ്ങിയതാണ്. ആ സമരം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ സമരവേദിയിൽ പോയി അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇന്ന് ഭരണത്തിൽ വന്നവർ, ഞങ്ങൾ വന്നാൽ ഉടൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ആ പാവങ്ങൾ പ്രസവിച്ച കുഞ്ഞുവരെ പല സ്ത്രീകളുടെയും കയ്യിൽ കാണാം. ഈ ഒരു ജോലിയാണ് അവരുടെ പ്രതീക്ഷ, ജീവിതം. അവർ പഠിച്ച് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് കിടക്കുകയാണ്. ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. പിണറായി അപ്പോയിൻറ്റ് ചെയ്തിരുന്നെങ്കിൽ 6 കൊല്ലം, അത് 3 വർഷം മുന്നേ അപ്പോയിൻമെൻറ്റ് തുടങ്ങി ആ ലിസ്റ്റിലുള്ളവർ മുഴുവൻ ഇന്ന് അപ്പോയിൻറ്റഡ് ആയേനെ. ഇപ്പോൾ സ്കൂൾ തുറന്നു, 2 മാസം കഴിയാൻ പോവാണ്. പല സ്കൂളിലും ക്ലാസ് എടുക്കാൻ അധ്യാപകരില്ല. ഒഴിവുകൾ അവിടെയുണ്ട്, പക്ഷേ അപ്പോയിൻമെൻറ്റ് നടത്തുന്നില്ല. അന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ വേദിയിൽ പോയി പ്രസംഗിച്ചവൻ ഇന്ന് കസേര കയറിയിരുന്നു. ഇന്ന് അപ്പോയിൻമെൻ്റ് കാര്യം വരുമ്പോൾ അവൻ ഇന്ന് നിശബ്ദനാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇനി സർക്കാർ സർവീസിൽ ഫുൾ ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്താലും
എത്ര ആൾക്ക് ഇവിടെ ജോലി കിട്ടും? മൊത്തം ജനങ്ങളിൽ, മൊത്തം ഉദ്യോഗാർത്ഥികളിൽ ഒരു വർഷം മെഡിക്കൽ, അതായത് ഡോക്ടേഴ്സായി മാത്രം തന്നെ കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന 6000-ഓളം ആൾക്കാർ. 6000 ഡോക്ടർമാർ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ഒരു 4 ഇരട്ടിയാണ് എൻജിനീയർമാർ പുറത്തിറങ്ങുന്നത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടും PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നവരെ കണക്കിന് അത് ഒരു വലിയ കണക്കന്നെ ഉണ്ടാക്കാനുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ എത്ര ആളാണ് പാസ്സായി ഇറങ്ങുന്നത്? ഈ പഠിക്കുന്നവർക്കൊക്കെ പ്രതീക്ഷ എന്താണ്? സർക്കാർ സർവീസിലൊരു ജോലി എന്നാണ് പ്രതീക്ഷ. അവർക്ക് കിട്ടിയ ഒരു 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 എന്താ പറയില്ലേ, ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് എപ്പോഴെങ്കിലും, സിലബസിലൊന്നും ഉൾപ്പെടുത്തണ്ട, ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ ഈ വിദ്യാർത്ഥികളോട് പറയാറുണ്ടോ, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സർക്കാർ സർവീസിൽ എല്ലാവർക്കും ജോലി കിട്ടാൻ ഒരു വഴിയുമില്ല. 4% ആൾക്കാർക്ക് പോലും ജോലി ഇന്ന് കിട്ടുന്നില്ല. ആ 4%മാണ് ആകെ കിട്ടുന്നത്. ആ 4-ൽ 3% പിൻവാതിൽ നിയമനമാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചോളണം. 4 പേര് അവിടെ സർക്കാർ സർവീസിൽ കയറുന്നുണ്ടെങ്കിൽ അതിൽ 3 പേരും പിൻവാതിൽ നിയമനമാണ്. ഒരാൾ മാത്രമേ ആ മെറിറ്റിൽ കൂടി അവിടെ കയറുന്നുള്ളൂ. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ഈ അവസ്ഥ ആരാണ് ഉണ്ടാക്കിയത്? ഇവിടെ മാറി മാറി ഭരിച്ച ഈ 2 പേരും അതിൻ്റെ ഉത്തരവാദികളാണ്. 4 പേര് സർക്കാർ സർവീസിൽ, അതായത് 100 പേരാ ജോലി പഠിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ 4 പേർക്ക് സർക്കാർ സർവീസിൽ ജോലിയുള്ളൂ. ബാക്കി 96 പേരും വേറെ ജോലി കണ്ടെത്തണം. അപ്പോൾ വേറെ ജോലി കണ്ടെത്തണമെങ്കിൽ ഇവിടെ പ്രൈവറ്റ് മേഖല ഡെവലപ്പ് ചെയ്യണ്ടേ? സർക്കാർ മേഖലയിൽ 4 ആൾക്കാർ ജോലി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എത്ര ഇരട്ടി പ്രൈവറ്റ് മേഖല ഇവിടെ വേണം? അത്രയും പ്രൈവറ്റ് മേഖല ഇവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആരുണ്ടാക്കണം? അങ്ങനെയാണോ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ വ്യവസായങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? പുതിയ വ്യവസായങ്ങൾ ഇവിടെ വരുന്നുണ്ടോ? ഈ 10-60 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ 70 കൊല്ലം കഴിയാൻ പോവുകയാണ്. ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നാഷണൽ ഹൈവേ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു 30 കൊല്ലം ബാക്കിൽ നമ്മൾ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇന്നത്തെ യാത്ര കൂടി കമ്പയർ ചെയ്യുക. അന്ന് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാണാൻ പറ്റും. ഇന്ന് അതേ യാത്ര നടത്തുമ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടി കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരെണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ പോരുമ്പോൾ കൊല്ലത്ത്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ മധുര കോട്ട്സ്, അല്ലെങ്കിൽ കുറ്റിപ്പുറത്ത് കേരള സോപ്സ് ആൻഡ് ഓയിൽസ്, അങ്ങനെ ഒരുപാട് കമ്പനികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. പലതരം നൂലാമാലകൾ കാരണം. ഇന്ന് കേരളത്തിന് അനുവദിച്ച് കിട്ടിയ ഒരു എയിംസ് തുടങ്ങാൻ സ്ഥലമില്ല. കാട് പിടിച്ച് ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ ഓരോ പ്രശ്നങ്ങളായി കിടക്കുമ്പോൾ കേരളത്തിന് അനുവദിച്ച ഒരു എയിംസ് ഇവിടെ കൊണ്ടുവരാൻ സ്ഥലമില്ല സർക്കാരിന് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ആ സർക്കാരുകളാണ് 4 പേരെ, 100 പേരിൽ 4 പേരെ സർക്കാരിൽ ജോലി കൊടുക്കുമ്പോൾ ആ 4 പേരിൽ 3 പേരെയും അവരുടെ ശിങ്കിടികളെ പിൻവാതിൽ കൂടെ കയറ്റിയിരുത്തുന്നത്. എന്നിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ആ റാങ്ക് ലിസ്റ്റിലുള്ളവർ നിയമസഭയുടെ മുന്നിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നു. ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ആരെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നുണ്ടോ? ഇവിടുത്തെ ഇപ്പോൾ കണ്ടില്ലേ, ഡൽഹിയിൽ പോയി 5 നക്ഷത്ര ലെവലിലുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഇവിടുത്തെ സിനിമാക്കാരും ആങ്കർമാരും അവതാരകരും മറ്റ്
പലരും അവിടെ എത്തിയിട്ടുണ്ട്. ആര് വിളിച്ചിട്ടാ ചെന്നതൊന്നും അവർ തന്നെ പറയുന്നില്ല. കാരണം എന്താണ്, അവിടെ AC ടെൻറ്റുകൾ, നല്ല ഹൈ ക്ലാസ് ഫുഡുകൾ, വസ്ത്രം, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ആ സമരത്തിൻ്റെ അവിടെ ചെന്നാൽ മതി. ആരാണിത് ഉണ്ടാക്കിയത്? ആരാണിതിന് പൈസ ഇറക്കിയത്? അത്തരത്തിൽ അങ്ങനെയൊന്നും വേണ്ട. ഒരു കഞ്ഞി കുടിച്ച് സമരം ചെയ്യാൻ നിയമസഭയുടെ മുമ്പിൽ ആളില്ല. ആശാ വർക്കർമാരുടെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മെഡിക്കൽ മേഖലയിൽ നിന്ന് ഓരോ നേരത്തെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാനുള്ള പിരിവുകൾ അവിടെ നടത്തിയിട്ടുണ്ട് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ. എത്രയോ ദിവസം സമരമായിരുന്നു. ഈ പറയുന്ന സിനിമാക്കാരോ ആങ്കർമാരോ ആക്ടിവിസ്റ്റുകളോ ആരും തന്നെ അവിടേക്ക് ചെന്നില്ല. നേഴ്സുമാർ സമരം ചെയ്തു. ആ പാവങ്ങൾ എവിടേക്ക് പോയി എന്നറിയില്ല. PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്തു. എന്തെങ്കിലും സംഭവിച്ചോ ഇവിടെ? എന്നിട്ടാണ് ഈ PSCയിൽ ഈ റാങ്ക് ഹോൾഡേഴ്സ് അവിടെ നിൽക്കുമ്പോൾ പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും രസമുണ്ട്. മാർക്ക് പേപ്പർ, അതായത് ആൻസർ പേപ്പർ മാറ്റുക. അതായത് PSCയിൽ നമ്മൾ എഴുതി വെച്ച ആൻസർ ഷീറ്റ് മാറ്റുന്നു. അതിനുള്ള കള്ളത്തരം. ഇൻ്റർവ്യൂ സമയത്ത് മാർക്കുണ്ട്, ആ ഇൻ്റർവ്യൂവിൽ കള്ളത്തരം ചെയ്ത് മാർക്ക് കൂട്ടിയിടുന്നു. നമ്മൾ കണ്ടതല്ലേ ഇവിടുത്തെ പഴയ സ്പീക്കറുടെ ഭാര്യ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററുടെ ഭാര്യ, അവരുടെയൊക്കെ ഇൻ്റർവ്യൂ. എന്നിട്ട് ആ ഉദ്യോഗാർത്ഥി കേസ് കൊടുത്ത് വിധി വാങ്ങിയിട്ട് ആ ജോലി പിടിച്ചു വാങ്ങിയ കഥയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അത്രയ്ക്കും കള്ളത്തരം നിറഞ്ഞ ഒരു വ്യവസ്ഥിതിയായി മാറിയിരിക്കുകയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതിനെതിരെ ആര് സംസാരിക്കും? ആരുണ്ട്? ഇപ്പോൾ ഡൽഹിയിൽ പോയി ഈ ശബ്ദിച്ചവർ എത്ര പേരെ ഈ രംഗത്തേക്ക് വന്ന് ഇതിനെ ചോദ്യം ചെയ്യുമെന്ന് വരും ദിനങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.